ഇന്ത്യൻ ക്രിക്കറ്റ് ഭൂപടത്തിൽ അയർലൻഡ് എന്ന രാജ്യം എന്നും കൗതുകകരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒന്നാണ്. ഡബ്ലിനിലെ മനോഹരമായ ഗ്രൗണ്ടുകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ പര്യടനം നടത്താറുണ്ടെങ്കിലും ഇത്തവണത്തെ പര്യടനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നീണ്ട 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വീണ്ടും ബെൽഫാസ്റ്റിലേക്ക് മടങ്ങിയെത്തുന്നു എന്നതാണ് ആ വാർത്ത. 2026 T20 ലോകകപ്പ് കിരീടം നിലനിർത്തിയതിനു ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ T20 പരമ്പര എന്ന നിലയിൽ ഇതിന് ആഗോള ക്രിക്കറ്റ് ലോകത്ത് വലിയ പ്രാധാന്യമാണുള്ളത്. BCCI പുറത്തുവിട്ട പുതിയ ഷെഡ്യൂൾ പ്രകാരം 2026 ജൂണിലാണ് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള 2 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പര നടക്കുക. ജൂലൈയിൽ ആരംഭിക്കുന്ന നിർണായകമായ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായുള്ള ഒരു സന്നാഹമെന്ന നിലയിലാണ് ഈ പരമ്പരയെ ടീം ഇന്ത്യ കാണുന്നത്. 2007 അവസാനമായി ഇന്ത്യ ബെൽഫാസ്റ്റിൽ ഒരു മത്സരം കളിച്ചത്. അന്ന് രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കയെയും അയർലൻഡിനുമെതിരെ ഏകദിന പരമ്പര കളിക്കാനാണ് അവിടെ എത്തിയത്. അതിനുശേഷം 2018, 22, 23 വർഷങ്ങളിൽ ഇന്ത്യ അയർലൻഡ് സന്ദർശിച്ചെങ്കിലും മത്സരങ്ങളെല്ലാം നടന്നത് ഡബ്ലിനിലായിരുന്നു. 19 വർഷത്തിന് ശേഷം ബെൽഫാസ്റ്റിലെ സിവിൽ സർവീസ് ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിലേക്ക് ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങുമ്പോൾ അത് ചരിത്രത്തിന്റെ ആവർത്തനമാകും. അയർലൻഡിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിനെ സ്വന്തം മണ്ണിൽ, പ്രത്യേകിച്ച് ബെൽഫാസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് വലിയൊരു ആഘോഷമായിരിക്കും. ഇന്ത്യൻ താരങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ് വരാനിരിക്കുന്നത്. IPL ആവേശത്തിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ്, ഏകദിന പരമ്പരകളിൽ ഇന്ത്യ കളിക്കും. ജൂൺ 20 അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പര അവസാനിച്ചാൽ ഉടൻ ടീം അയർലൻഡിലേക്ക് തിരിക്കും. ജൂൺ 26 അയർലൻഡ് പര്യടനത്തിന്റെ ആദ്യ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പരമ്പരയുടെ സമയം വളരെ തന്ത്രപ്രധാനമാണ്. അയർലൻഡിലെയും ഇംഗ്ലണ്ടിലെയും കാലാവസ്ഥ, പിച്ച് കണ്ടീഷനുകളും ഏകദേശം സമാനമായതിനാൽ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പായി ടീമിന് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഈ 2 T20 മത്സരങ്ങളും സഹായിക്കും. അയർലൻഡ് പര്യടനങ്ങളിൽ ഇന്ത്യ സാധാരണയായി പരീക്ഷിക്കാറുള്ളത് യുവനിരയെയാണ്. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ബുംറ തുടങ്ങിയവർക്ക് ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി വിശ്രമം അനുവദിക്കാനാണ് സാധ്യത. ഇത്തരമൊരു സാഹചര്യത്തിൽ ടീമിനെ നയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസണാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി T20 ഫോർമാറ്റിൽ സഞ്ജു പുലർത്തുന്ന സ്ഥിരതയും IPL-ലെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവും BCCI ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ അയർലൻഡ് പര്യടനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഞ്ജുവിന് ടീമിനെ നയിക്കുവാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു നാഴികക്കല്ലാവും. പരിചയസമ്പന്നരായ താരങ്ങളുടെ അഭാവത്തിൽ യുവനിരയെ ഏകോപിപ്പിക്കാൻ സഞ്ജുവിനോളം പ്രാപ്തനായ മറ്റൊരു താരം നിലവിൽ ടീമിലില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനോടകം തന്നെ തന്റെ പ്രതിഭ തെളിയിച്ച ജസ്വാൾ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി ഫോം നിലനിർത്താൻ അയർലൻഡ് ഓപ്പണറായി എത്തിയേക്കും. ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ-19 തലത്തിലും വിസ്മയ പ്രകടനം നടത്തുന്ന യുവതാരം വൈഭവ് സൂര്യവംശിയെ ഈ പരമ്പരയിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഇടങ്കയ്യൻ ബാറ്ററായ വൈഭവിന്റെ ശൈലി അന്താരാഷ്ട്ര ക്രിക്കറ്റിന് അനുയോജ്യമാണെന്ന് സെലക്ടർമാർ വിലയിരുത്തുന്നു. ഇവർക്ക് പുറമെ IPL 2026 തിളങ്ങുന്ന പുതിയ താരങ്ങൾക്കും ഈ നീല ജേഴ്സി അണിയാൻ അവസരം ലഭിച്ചേക്കാം. പുതുക്കാൻ ആരാധകർ തയ്യാറെടുത്തു കഴിഞ്ഞു. സഞ്ജു സാംസന്റെ നായകത്വത്തിൽ ഒരു യുവ ഇന്ത്യൻ നിര ഐറിഷ് മണ്ണിൽ പടയോട്ടം നടത്തുന്നത് കാണാൻ കേരളത്തിലെ ആരാധകർക്കും വലിയ ആവേശമാണ്. 2026 ജൂൺ 26 ബെൽഫാസ്റ്റിലെ ഗ്രൗണ്ടിൽ ആദ്യ പന്ത് എറിയപ്പെടുമ്പോൾ അത് കേവലം ഒരു T20 മത്സരമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ കരുത്തും അയർലൻഡ് ക്രിക്കറ്റിന്റെ സ്വപ്നങ്ങളും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഈ പര്യടനത്തിൽ ആരൊക്കെ തിളങ്ങും, പുതിയൊരു സൂപ്പർ താരം അവിടെ പിറവിയെടുക്കുമോ, നമുക്ക് കാത്തിരുന്നു കാണാം.